വെറും 100 ഗ്രാം യാൺ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ക്രോഷേ ടോപ്പ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 100 ഗ്രാം യാൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3.5ന്റെ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സ്റ്റിച്ച് മാർക്കും അതുപോലെ തന്നെ ഒരു കത്രികയാണ്. സ്റ്റിച്ച് മാർക്കിന് പകരം നിങ്ങൾ വല്ല പിന്നോ അല്ലെങ്കിൽ ഹെയർ പിന്നോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇതൊരു സ്പൈഡർ വെബ് ടോപ്പാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു മാജിക് റിംഗ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇനി നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ. എന്നിട്ട് ഈ റിങ്ങിന്റെ ഉള്ളിൽ ഒരു 12 ഡബിൾ ക്രോഷേ ചെയ്യണം കേട്ടോ. ഇതുപോലെയാണ് ഡബിൾ ക്രോഷേ ചെയ്യുക. 2 3 4 5 അങ്ങനെ 12 എണ്ണം കണ്ടിന്യൂ ചെയ്യട്ടോ. ഞാൻ 12 എണ്ണം ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. 12 കേട്ടോ. ഇനി നമ്മൾ ഈ ത്രെഡ് ഉണ്ടല്ലോ ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ഈ റിങ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യട്ടോ. ഇനി നമ്മളിതാ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ നമ്മളൊരു 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ലായിരുന്നോ, അത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചെയിനിലേക്ക് മൂന്നാമത്തെ ചെയിനിലേക്ക് വേണം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കേട്ടോ. ഇനി നമ്മളൊരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുക അതുപോലെ. അതിനുശേഷം ഈ ആദ്യം കാണുന്ന ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ ഇതല്ല, ഇതിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നെക്സ്റ്റ് കാണുന്ന സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അടുത്ത ചെയിൻ ഈ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കട്ടോ. ഇവിടെ വരെ ചെയ്തെടുക്കുക. നിങ്ങൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാവേ. നമ്മളിതാ 11 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തതാ ഇത് മുതൽ ഇതുവരെ 11 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്യുന്നതിന് പകരം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഈ മൂന്നാമത്തെ സ്റ്റിച്ചിന്റെ മുകളിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ജോയിൻ ചെയ്ത് കേട്ടോ. ഇപ്പം നമുക്ക് ഇത് ടോട്ടൽ 12 എണ്ണം ഉണ്ടാവും. ഇനി നമ്മൾ ഒരു 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ഇടുക. പ്ലസ് ഒരു 2 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്യുക. ഓക്കെ. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിലേക്ക് അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ 5 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇനി ഈ ഓരോ സ്പേസിലും നമ്മൾ 2 എണ്ണം ഇട്ടാൽ മതി. 3 എണ്ണമാണ് കേട്ടോ ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഡബിൾ ക്രോഷയുടെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. അങ്ങനെ ഈ ഫുൾ റോ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിവിടെ എത്തിയിട്ട് ജോയിൻ ചെയ്യാവേ. ഓക്കെ, ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇവിടുന്ന് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ഇടുക. എന്നിട്ട്
ഇവിടേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഈ റോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ റോക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 5 ചെയിൻ സ്റ്റിച്ച് അല്ലേ ഇട്ടത്. ഇനി ഈ റോക്ക് വേണ്ടി നമ്മൾ 7 എണ്ണം വേണം ടോട്ടൽ ഇടാൻ വേണ്ടിയിട്ട്. 3 4 5 6 7. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഈ ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഈ ഡബിൾ ക്രോഷേയുടെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് 5 ചെയിൻ സ്റ്റിച്ച് ആട്ടോ. 3 4 5. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു 5 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇതിന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. അങ്ങനെ ഈ റോല് നമ്മൾ 5 ഈ റോലിന് നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതാ ഇവിടെ ഓരോ സ്പേസിലും 5 എണ്ണാണ് വേണ്ടത്. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ജോയിൻ ചെയ്യാവേ. ഈ റോ തുടങ്ങുമ്പോൾ നമ്മൾ 7 ചെയിൻ സ്റ്റിച്ച് ഇടും. ഓരോന്നിന്റെയും ഈ ഇടയിലുള്ള ഡിഫറൻസ് 5 ചെയിൻ സ്റ്റിച്ച് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഓരോ റോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഇതാ ഇവിടെ 3 എണ്ണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ 5 എണ്ണം ചെയ്തു. പിന്നെ നമ്മൾ ഇതാ 7 എണ്ണം ചെയ്തു. ഇനി അടുത്തത് 9 11 13. അങ്ങനെ ഒറ്റ സംഖ്യകളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ എത്ര എണ്ണം എടുക്കുന്നോ അതൊന്ന് 2 കുറച്ചിട്ട് ഇതാ ഈ ഓരോ സ്പേസിലും ചെയ്തു കൊടുക്കും. ഈ 2 ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡബിൾ ക്രോഷയുടെ ആ നീളത്തിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ആ 2 എണ്ണം എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അടുത്ത റോള് ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. എന്നിട്ട് ഇതാ ഇവിടുന്ന് 3ാമത്തെ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഈ റോക്ക് വേണ്ടിയിട്ട് എത്ര ചെയിനാ ചെയ്യണ്ടേ? ഇവിടെ 3 എണ്ണം ചെയ്തു, ഇവിടെ 5 എണ്ണം ചെയ്തു, ഇവിടെ 7 എണ്ണം ചെയ്തു. ഇനി നമ്മൾ 9 ചെയിൻ ഇട്ട് കൊടുക്കുക. 4 5 6 7 8 9. എന്നിട്ട് ഇതാ ഇവിടേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതുപോലെ കേട്ടോ. അപ്പൊ നോക്കിയതാ ഇവിടെ നമ്മൾ 5 എണ്ണാണ് കൊടുത്തത്, ഇവിടെ 3 എണ്ണം കൊടുത്തു, ഇവിടെ 1 ആണ്. അപ്പൊ 1 3 5. ഇനി ഇവിടെ എത്രയായിരിക്കും? 7. ഓക്കെ, 3 4 5 6 7. എന്നിട്ട് ഇതാ ഈ സ്പേസിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ആയിട്ട് 7 എണ്ണം വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്യട്ടോ. അതിനുശേഷം ഇവിടെ നിങ്ങോട്ടേക്ക് നമ്മൾ 9 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. 11 ചെയിൻ സ്റ്റിച്ച് ചെയ്ത റോന്റെ ഇവിടെ ചെയ്യേണ്ട സ്റ്റിച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 2 കുറച്ചിട്ടുള്ള 9. അങ്ങനെ നിങ്ങളുടെ ബോഡി കവർ ആവുന്നവരെ നിങ്ങൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ 2 പീസ് ചെയ്തെടുക്കണം കേട്ടോ ഒരേപോലെ. എനിക്കിത് ടോട്ടൽ ആയിട്ടുള്ളത് ഈ ലാസ്റ്റ് വരുന്ന ഈ ചെയിനിന് എനിക്ക് ഇവിടെ ലാസ്റ്റ് വരുന്ന ചെയിനിന് എനിക്ക് ആയിട്ടുള്ളത് 33 ചെയിൻ സ്റ്റിച്ച് ആട്ടോ ഇവിടെ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി കവർ ആവുന്നവരെ ഇത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണോ അതേപോലെ ചെയ്തെടുക്കുക. അതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് 2 എണ്ണം ഒരേപോലത്തെ 2 പീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലത്തെ 2 പീസ് കിട്ടും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ ഹാൻഡ് ജോയിൻ ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഓരോ റോലും എത്ര ചെയിൻ എടുക്കണം എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു നോട്ട് വെക്കാം, ഞാൻ ഓരോ റോലും എത്ര ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് അങ്ങ് ചെയ്താൽ മതി. ഇനി ഈ ഹാൻഡ് എങ്ങനെയാ ജോയിൻ ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ എനിക്ക് ടേബിളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം ടേബിളും വൈറ്റ് ആണ്, ഈ യാണും വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. നമ്മൾ ഇതുപോലെ 2 പീസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ കിട്ടും കേട്ടോ. ഒരു പീസ് ഇതാ
വേറൊരു പീസ് ഇതാ. അതിന് നമ്മൾ ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പ്ലേസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇങ്ങനെ 12 സെപ്പറേറ്റ് ആയിട്ടുള്ള കോളംസ് ഉണ്ടല്ലോ. ഇതിൽ ഈ 2 എണ്ണം നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് ഒഴിച്ചിടുക. ഇപ്പൊ നെക്കിന് വേണ്ടിയിട്ടുള്ള ഹോളാണ് ഇത്. അതിനുശേഷം നെക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനും അതിന്റെ ഒരു പകുതി പോർഷനും, ഇതൊരു 16 സ്റ്റിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനും പിന്നെ ഇതാ ഇവിടുത്തെ ഒരു പകുതിയുമാണ് നമ്മൾ ആം ഹോൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതാ കണ്ടോ. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു പകുതി പോർഷനും ഈ ഒരു സ്പേസും നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോപ്പ് ജോയിൻ ആവും. ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതാ ഈ സ്ഥലത്ത് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ക്രോഷ്യ വെച്ച് ജോയിൻ ചെയ്തു. അതിനുശേഷം കൈ ഇവിടേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്ത്. ഈ കൈ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇത് ടോട്ടലായിട്ട് ഒരു 33, ഈ ലാസ്റ്റ് വരുന്ന ചെയിനിന് 33 ആവുന്ന വരെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് 16 എടുത്തിട്ടുള്ളത്. നമ്മൾ സെന്റർ ആയിട്ട് 16 ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 16 ചെയിൻ സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് ഈ ഓരോന്നും ചെയ്തെടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് കാണിക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതേപോലെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൈക്ക് വേണ്ടി നമ്മൾ ഒഴിച്ചിട്ടുള്ള പകുതി ഭാഗവും പ്ലസ് ഒരു പോർഷനും കൂടെ ചേർന്നിട്ടാണ് ഒരു കൈ വരുന്നത്. കൈക്ക് താഴെ വരുന്ന ജോയിൻ ചെയ്യേണ്ട പോർഷൻ വരുന്നത്. താഴെ ഇതേപോലെ ജോയിൻ ചെയ്യാതിരിക്കേണ്ടത് ഇതേപോലെ ഇതാ 3 പോർഷൻസ് ആണ്. അപ്പൊ ഇതാ ഈ വശത്ത് കൈക്ക് വേണ്ടി നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇത് നെക്ക്, കൈ, ഒരു പകുതി കൂടെ കൈക്ക് എടുത്തു. ഇനി ഇതാ ഈ ഒരു പകുതിയും ഈ ഒരു പോർഷനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ടോപ്പിന് ജോയിൻ ചെയ്യേണ്ടത്. ഇതെങ്ങനെയാന്നുള്ളത് ആദ്യം കാണിക്കാം. ഇതിന് വേണ്ടി ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് ഇതാ ഈ 2 ടിപ്പ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് ഈ സ്ലിപ്പ് നോട്ട് ഇതിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കട്ടോ. ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാനിങ്ങനെ പിടിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇത്ര എണ്ണൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കൊരു ഇഷ്ടത്തിനുള്ള പോലെ ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര തിക്കായിട്ട് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് വിട്ട് വിട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കട്ടിയിലിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കട്ടോ. ഇതേപോലെ നമ്മളിതാ ഈ പോർഷൻ വരെ ചെയ്ത് കൊടുക്കണേ. ഞാനിത് ജോയിൻ ചെയ്തിട്ട് ഞാനിത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിട്ട് കാണിക്കാവേ. ഞാനിത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിട്ട് കാണിക്കാവേ. കണ്ടോ, ഞാൻ ഭയങ്കര വിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതേപോലെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇങ്ങനെ കൂടിയിട്ടൊരു ഭയങ്കര കട്ടിയായി പോട്ടോ അവിടെ. ഇപ്പൊ ഇതാ നമ്മൾ ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ 16 ചെയിനാണ് ബാക്കി ഉണ്ടാവുക 2 സ്ഥലത്ത് കേട്ടോ. ഇവിടെ ടോട്ടൽ 33. അപ്പൊ നമ്മളൊരു 16 ചെയിൻ സ്റ്റിച്ച് ഇടുക. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഓക്കെ. അപ്പൊ ഇത് ഓൾറെഡി 16 ആയതുകൊണ്ട് ഇതാ ഒരു ഡബിൾ ക്രോഷ്യേന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 16 സ്റ്റിച്ച് ഇടുക. 4. ഓക്കെ. ഇവിടെ ഇപ്പം നമുക്ക് 33 ഉള്ളത്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 16 കൗണ്ട് ചെയ്യുക. എന്നിട്ട് 33 ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് സെൻറ്റർ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 16 എടുത്തത്. 16 + 16 എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വശത്തേക്ക് കുറച്ച് കുറവായിരിക്കും വരിക, എന്നാലും ഒരു സ്റ്റിച്ചിൻ്റെ കുറവുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഇതാണ് 16ാമത്തെ സ്റ്റിച്ച്. ഞാൻ ഇവിടേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കട്ടോ.
ഇതേപോലെ വീണ്ടും നമ്മളൊരു 16 സ്റ്റിച്ച് ഇടുക. 16 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇതാ ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷനാണ്. ഈ 2 എണ്ണം കണ്ടോ, ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച പോർഷനാണ്. അപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 എണ്ണം ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് മാർക്ക് ഒഴിവാക്കട്ടെ. എന്നിട്ടൊന്ന് യാൺ ഓവർ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൂടെ ഇതാട്ടോ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിങ്ങനെ പുറത്തേക്ക് കൊടുത്തിട്ട് ഇതാട്ടോ ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ ഈ 2 എണ്ണം ജോയിൻ ആയിട്ടുണ്ട് കണ്ടോ, ഈ 2 പോർഷനും തമ്മിൽ ജോയിൻ ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു 16 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഓക്കെ, ഇപ്പോൾ ഇനിതാ നെക്സ്റ്റ് പോർഷൻ, നെക്സ്റ്റ് സൈഡിലുള്ള ചെയിൻ സ്റ്റിച്ചിലേക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്ക് 33 എണ്ണം ഉണ്ട്. 16ാമത്തേൽ ഡബിൾ ക്രോഷ ചെയ്യുക. അതിനുശേഷം പിന്നെയും 16 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യുക. ഇവിടെ ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ ഡബിൾ ക്രോഷ ചെയ്യുക. അങ്ങനെ ഇതൊരു സർക്കിളിൽ നിങ്ങൾക്ക് എത്ര കൈ വേണോ അത്രയും തവണ നിങ്ങളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു വന്നാൽ നമുക്കിത് അതേപോലെ കിട്ടും കേട്ടോ. ഞാനിത് അവിടെ ചെയ്തിട്ടുള്ളതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് താഴത്തേക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കേൾക്കുമ്പം കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഐഡിയ കിട്ടും കേട്ടോ. ഇതാ ഈ സൈഡിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ചെയിനിലാണ് ചെയ്യുന്നത്. 16 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് 16ാമത്തേതിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കേട്ടോ, അതാണ് എൻ്റെ 16ാമത്തെ സ്റ്റിച്ച്. ഇതുപോലെ ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം വീണ്ടും 16 ചെയിൻ സ്റ്റിച്ച് ഇടുക. 5 6 7 8 9 10 11 12 13 14 15 16 എന്നിടുക ഇവിടേക്ക് കേട്ടോ, ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിലേക്ക്. അങ്ങനെ വീണ്ടും 16 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇതുപോലെ ഡബിൾ ക്രോഷ ചെയ്യുക കേട്ടോ. വീണ്ടും 16 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക കേട്ടോ, ഒരു റൗണ്ട് പോലെ. അങ്ങനെ കൈക്ക് വേണ്ട അത്രയും തവണ റിപ്പീറ്റ് ചെയ്യുക. ഞാനത് ഫുൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവേ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ കൈക്ക് എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണോ അത്രയും തവണ അത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 2 സ്ഥലത്തും ചെയ്താൽ നമ്മൾ ഈ ടോപ്പ് റെഡിയായി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇത് ചെയ്യുന്നതിന് മുന്നേ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് അതിൻ്റെ ഒരു നാക്ക് കിട്ടും കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അളവെടുക്കേണ്ടതെന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. എനിക്കറിയാവുന്ന പോലെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം. കാരണം അതിൻ്റെ പ്രൊഫഷണലി ഉള്ള രീതിയൊന്നും എനിക്കറിയില്ല. കാരണം ഞാനും യൂട്യൂബ് നോക്കിയിട്ടാണ് ഇതെല്ലാം പഠിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.